തീർച്ചയായും അവരുടെ ആരോഗ്യം. കാരണം ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി, നമ്മുടെ മലബാർ ഏരിയ ഒക്കെ ആണെങ്കിൽ വിശേഷിച്ചും വലിയൊരു എമൗണ്ട് ചെലവഴിക്കുന്നത് മെഡിക്കേഷൻ ചികിത്സക്ക് വേണ്ടിയാണ്. അതും ഹോസ്പിറ്റലുള്ള നാടുകൾ വരെ നമ്മുടെ മലബാർ ഏരിയ. തീർച്ചയായും ഹോസ്പിറ്റലുകളുടെ പട്ടണം തന്നെ നമ്മുടെ മലബാറിൽ കാണും. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം വീണ്ടും വികസിക്കുകയാണ്, ആരോഗ്യം വികസിക്കുന്നില്ല. അതേ സമയത്ത് നമുക്ക് ആരോഗ്യം വികസിപ്പിക്കാൻ കഴിയും. പിന്നൊന്ന് വിദ്യാഭ്യാസം, ഔദ്യോഗിക വിദ്യാഭ്യാസം ഒരുപക്ഷെ ധാരാളമാണ്. ഇപ്പോൾ പല പേരുകളിലുള്ള പ്രൊഫഷൻ ഇന്ന് യഥേഷ്ടം ലഭ്യമാണ്, അവൈലബിൾ ആണ്. പക്ഷേ ആ പ്രൊഫഷനുകൾ കൊണ്ടുണ്ടാകേണ്ട ജീവിതം ഇല്ല. ആ പ്രൊഫഷൻ ഉണ്ടാക്കി തീർക്കേണ്ട ഒരു ലൈഫ് മോഡുണ്ട്, അതുണ്ടാകുന്നില്ല. യഥാർത്ഥമായ ഒരു ഇസ്ലാമിക് ലൈഫ് എന്ന് പറയാം. അതെ, ഇസ്ലാമിക് ലൈഫ്. ഇസ്ലാമിക് എന്നതുകൊണ്ട് ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൺ ആണ്, മനുഷ്യൻ, നല്ലൊരു മനുഷ്യ ജീവിതം. അതാണ് ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ എല്ലാ ചർച്ചയും അങ്ങനെയാണ്, മനുഷ്യൻ. അപ്പോൾ അതില്ല. അത് ഇല്ല എന്ന് പറഞ്ഞാൽ മഹല്ലുകളൊക്കെ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫലം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഇനിയും നമുക്ക് ആവശ്യമുള്ള അളവ് ഇനിയും കുറേ അകലെയാണ്, ഇനിയും കുറേ മേലെയാണ്. അതായത് മഹല്ല് കമ്മിറ്റിക്ക് ഒരുപാട് ആസ്തി ഉണ്ടാകും, നല്ല ആർക്കിടെക്ചറുള്ള പള്ളികൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ടുണ്ടാകേണ്ട ഒരു കാമ്പാണ് പലപ്പോഴും മുഖ് നഷ്ടപ്പെടുക എന്ന് പോകും. അടിസ്ഥാന ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നു. മഹല്ല് ചിലപ്പോൾ ദറസ് ഉണ്ടാകും.